പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ ഒരേ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരാണ്, പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി, കരുണയുടെ മുഖമായി യേശു നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് ഈ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതവും ജീവിത പ്രശ്നങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗം തുറക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ മണിക്കൂറാണ്. ദൈവകരുണ ഒഴുകി വരുന്ന സമയമാണ്. ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണ ആവശ്യമായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ കരുണ ആവശ്യമായിട്ടുള്ള നിരവധി വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം പല സ്ഥലങ്ങളിലിരുന്ന് ഓൺലൈനായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മേലും നമ്മുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥമായിട്ട് സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവ വചന വെളിച്ചത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും അതേ തുടർന്ന് നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി ഈ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 23-6 വചനം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ദൈവകരുണ പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 23-6 വചനം, ദൈവത്തിൽ വസിക്കുന്നവരെ, ദൈവത്തിൽ ജീവിക്കുന്നവരെ നന്മയും കരുണയും അനുഗമിക്കും. നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയുള്ളതാണ് എന്ന് നമുക്കറിയാം. ദൈവത്തിൽ വസിക്കുക, ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ദൈവം വസിക്കും. പറയുണ്ട്, ദൈവത്തിൽ വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുണ്ട്, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും എല്ലാം ഇതിനു വേണ്ടിയായിരിക്കണം. ദൈവത്തിൽ വസിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവ നമ്മെ ഉയർത്തണം. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമെടുക്കുമ്പോൾ വലിയ ഒരു വാഗ്ദാനം ദൈവം അവിടെ നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ 15-ന്റെ 7-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ഒരു അനുഗ്രഹം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എനിക്കിഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം അത് നൽകുന്നു. ഇനി അതിനുള്ള ഒരു വ്യവസ്ഥ ദൈവം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനും സാരമായ മാറ്റം വരും. നാം നമ്മുടെ ഇഷ്ടം നോക്കി പോകുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് മാറും. ഇനി അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് തെറ്റായ ഒന്ന് ചോദിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ചോദിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് ലഭിച്ചിരിക്കും. അതിന് നാം ദൈവത്തിൽ വസിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്ന ആ ഒരു വ്യവസ്ഥ, അതാണ്
ദൈവം ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനമെടുത്താൽ, യോഹന്നാൻ 1:39 യേശു വ്യക്തമാക്കുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് യോഗ്യരാകാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. 1, വന്ന് കാണുക. 2, കൂടെ വസിക്കുക. വന്ന് കാണുക. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? കർത്താവ് പറഞ്ഞു, വന്ന് കാണുക. അവർ പോയി, അവൻ വസിക്കുന്ന സ്ഥലം കണ്ടു, അവനോട് കൂടെ വസിച്ചു എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പറയുന്നുണ്ട്, ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. അത് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. വന്ന് കാണുക, കൂടെ വസിക്കുക. ഈ 2 കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നന്മയും നമ്മിൽ വന്ന് നിറയും എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ 12-ാം അധ്യായം 26-ാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു നൽകുന്ന ഒരു നിർദ്ദേശം അവിടെ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരായിട്ട് മാറുക. ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് നമ്മൾ മാറണം. ശിഷ്യത്വം നമ്മൾ ഏറ്റെടുക്കണം. അത് കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരെ പോലെ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എളുപ്പമാണ്. ആദ്യം നമ്മൾ ആ ശിഷ്യത്വം ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വസിക്കുന്നിടത്ത് നിങ്ങളും വസിക്കണം. ഞാൻ നടന്ന അതേ പാതയിലൂടെ നിങ്ങളും സഞ്ചരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യത ലഭിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ വസിക്കുന്ന ആ ഒരവസ്ഥ, ദൈവം നമ്മിൽ വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്ന ആ ഒരവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം. ഇനി അത് ലഭിക്കാനുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കരുണയുള്ളവർ, കാരുണ്യം കാണിക്കുന്നവർ, കരുണ പ്രവർത്തിക്കുന്നവർ, കരുണയിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വലിയ അനുഗ്രഹമുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, ദൈവത്തിൽ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഒരു യാഥാർത്ഥ്യം കർത്താവ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ വിധത്തിലും ദൈവത്തിൽ വസിക്കാൻ പരിശ്രമിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പം അതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരതീവ താല്പര്യം നമുക്കുണ്ടാകണം. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൽ വസിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം എന്നുള്ളത് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ദൈവത്തിൽ വസിക്കാൻ തുടങ്ങിയാൽ ദൈവസാന്നിധ്യം ആസ്വദിക്കാൻ പറ്റും. ദൈവസാന്നിധ്യം ആസ്വദിക്കാൻ പഠിച്ചൊരു വ്യക്തി എപ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവത്തിൽ വസിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സാന്നിധ്യം ആസ്വദിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് പ്രാർത്ഥിക്കാനിരുന്നാലും ഒരനുഭവം ഉണ്ടാകണമെന്നില്ല, സമയം പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകും. ദൈവത്തിൽ വസിക്കുന്ന, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ സമയം എത്ര സ്പീഡിലായിരിക്കും പോകും എന്നത് അവർക്ക് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പറയുന്നുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ട് മാറും. ഇനി ദൈവസാന്നിധ്യം ആസ്വദിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. ഈ ലോക ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന, ഈ ലോക ജീവിതത്തിൽ കുറച്ചുകൂടെ നേട്ടങ്ങൾ വരുത്തുന്ന വിഷയങ്ങൾ മാറ്റിയിട്ട് ആ പ്രാർത്ഥനയുടെ വിഷയം തന്നെ മറ്റൊരു വിഷയമായിട്ട് മാറും. അതാണ് നമ്മൾ സങ്കീർത്തനം 27 4-ാമത്തെ വചനം വായിച്ചാൽ, സങ്കീർത്തനം 27-ന്റെ 4 നമ്മൾ കാണുന്നത്, കർത്താവേ, ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു, ഈ ഒരേ കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മൾ പല കാര്യങ്ങൾ പറയുന്ന കൂടെ പോലും ഇത് ചിലപ്പോൾ പറയാറില്ലായിരിക്കാം.
ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, എനിക്കത് മാത്രം മതി. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വസിക്കണം. ദേവാലയം എന്ന് പറഞ്ഞ് ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് വസിക്കണം. ഈ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് പറയുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അവർ പ്രാർത്ഥന വളരെ നീണ്ട പ്രാർത്ഥനകൾക്ക് പോലും അവർ സന്നദ്ധരാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകയെ നമ്മൾ കാണുന്നുണ്ട്, അന്ന. അവൾ വിവാഹം കഴിച്ചു, 7 വർഷക്കാലം ഭർത്താവിനോടുകൂടെ ജീവിച്ചു. ഭർത്താവ് മരിച്ചു, അവളൊരു വിധവയാണ്. ശേഷിച്ച ജീവിതം വരെ 84 വയസ്സാകുന്നതുവരെ അവൾ ദേവാലയത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് സമയം ചിലവഴിച്ചു. എത്രയോ വർഷങ്ങൾ, മണിക്കൂറുകളല്ല, വർഷങ്ങൾ ദേവാലയത്തിൽ വസിക്കുന്ന ഒരവസ്ഥ. അന്ന ദൈവസാന്നിധ്യം ആസ്വദിക്കുന്നില്ലായിരുന്നെങ്കിൽ അവർക്കിത് ചെയ്യുക അസാധ്യമായിരുന്നേ. പറയുന്നുണ്ട്, ദൈവത്തിൽ വസിക്കുകയും ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം അപ്രസക്തമാകും. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ വില കുറഞ്ഞതായിട്ട് അവർക്ക് കാണുവാൻ സാധിക്കും, എടുക്കുവാൻ സാധിക്കും. അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, പുറപ്പാട് 33-ന്റെ 15-16 വചനങ്ങൾ വായിച്ചാൽ മോശ മറ്റെന്തിനേക്കാൾ ഉപരിയായി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ദൈവസാന്നിധ്യം. മോശ പറഞ്ഞു, കാനാൻ ദേശത്തെ തേനിനേക്കാൾ പാലിനേക്കാൾ എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട. പറയുന്നുണ്ട്, ദൈവസാന്നിധ്യം വിലമതിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ. ആ സാന്നിധ്യം അനുഭവിക്കാൻ കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ സാന്നിധ്യത്തിൽ മറ്റെല്ലാം മറന്ന് രാവും പകലും ദൈവത്തോടു കൂടെ വസിച്ച മോശയെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, ഒരുപാട് കാര്യങ്ങൾ ഈ ദൈവത്തിൽ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക, ദൈവത്തിൽ ഒന്നായിത്തീരുക. അതിൻ്റെ ഒരു ആദ്യവചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് 7-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്കതെല്ലാം ലഭിക്കും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സുപ്രധാനമായ കാര്യം സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ വസിക്കുക, സ്നേഹത്തിൽ വളരുക, സ്നേഹത്തോടെ പെരുമാറുക, അതാണ് ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. 1 യോഹന്നാൻ 4:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ വസിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ നന്മയും കരുണയും അനുഗമിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. നമ്മോടൊപ്പം പ്രാർത്ഥിച്ച നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലിരുന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നവർ, അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.